വെൽക്കം ടു JL&VS ലേണിംഗ് ക്ലാസ് റൂം. കേരള PSC ഇന്ന് നടത്തിയ LGS സ്റ്റേജ് 3 പരീക്ഷയുടെ പ്രൊഫഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 170/2024. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 1. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്. മൗലിക അവകാശങ്ങൾ ഭാഗം 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 2. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 21A എന്തിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം, മലബാറിലെ കർഷക കലാപങ്ങളെപ്പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ? ആൻസർ ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ എ, വില്യം ലോഗൻ കമ്മീഷൻ. ചോദ്യം 4. കുറിച്യ കലാപത്തിന്റെ നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി, രാമൻ തമ്പി. ആൻസർ ഓപ്ഷൻ സി, രാമൻ തമ്പി. 5. സർവ്വ വിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. ആൻസർ ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. 6. സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത്? ആൻസർ ഓപ്ഷൻ സി, മിതവാദി. മിതവാദി. 7. കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, അയ്യങ്കാളി. അയ്യങ്കാളി. 8. G20 കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത്? ആൻസർ ഓപ്ഷൻ ഡി, സിംഗപ്പൂർ. ആൻസർ ഓപ്ഷൻ ഡി, സിംഗപ്പൂർ. 9. ഇസ്രായേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്ത്? ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. 10ാമത്തെ ചോദ്യം, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 11. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി. 12. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭു. 13. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി, 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ഹസ്രത്ത് മഹൽ. 14. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. 15. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ, ജവഹർലാൽ നെഹ്റു. 16. തെരഞ്ഞെടുക്കപ്പെടുന്ന രാഷ്ട്രത്തലവനുള്ള രാജ്യം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ ബി, റിപ്പബ്ലിക്. ഓപ്ഷൻ ബി. 17. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. ഓപ്ഷൻ ബി, നിർദ്ദേശക തത്വങ്ങളിൽ. 18. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ പ്രാധാന്യം താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2, 4. 19. ഹരിത കേരള മിഷനും മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും സംയുക്തമായി തുടങ്ങിയ പച്ചത്തുരുത്ത് എന്ന പദ്ധതി ഏത് ജില്ലയിലാണ് നടപ്പാക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ആൻസർ ഓപ്ഷൻ ബി, തിരുവനന്തപുരം. 20. താഴെ പറയുന്നവയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ദേശീയ പുരസ്കാരം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ജീവൻ രക്ഷാ പതക്.